ഇടുക്കി അണക്കരയിലുണ്ടായ ബസ് അപകടത്തിലേക്കാണ്. കടശിക്കടവിൽ ബസ്സും ജീപ്പും കൂട്ടിയിടിച്ചു 10 പേർക്ക് പരിക്കേറ്റു. രാഹുൽ വിജയൻ ഇടുക്കിയിൽ നിന്ന് ചേരുന്നു. രാഹുൽ, നമ്മൾ അതിൻ്റെ ദൃശ്യമാണ് പ്രേക്ഷകർ കാണുന്നത്. ഇപ്പോൾ 10 പേർക്ക് ഈ അപകടത്തിൽ പരിക്കേറ്റു എന്നാണ് വിവരം. തമിഴ്നാട്ടിൽ നിന്നും തൊഴിലാളികളുമായി എത്തിയ ജീപ്പാണ് അപകടത്തിൽപ്പെട്ടത്. ഓക്കെ, അല്പസമയത്തിനകം രാഹുൽ വിജയൻ നമുക്കൊപ്പം ചേരുമെന്നാണ് വിവരം. അണക്കരയ്ക്ക് സമീപം കടച്ചിക്കടവിലാണ് ബസ്സും ജീപ്പും കൂട്ടിയിടിച്ച് 10 പേർക്ക് പരിക്കേറ്റത്. രാഹുൽ വിജയൻ ചേരുകയാണ്. രാഹുൽ, പറയൂ. അല്പസമയം മുമ്പാണ് ഈ അപകടം നടക്കുന്നത്. തമിഴ്നാട്ടിൽ നിന്ന് തൊഴിലാളികളെ കയറ്റിവന്ന ജീപ്പാണ് ബസ്സുമായി കൂട്ടിയിടിച്ചതെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ബസ്സിൽ ഈ ജീപ്പിൽ 10-ലധികം ആളുകൾ ഉണ്ടായിരുന്നു. 10 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. സാധാരണ ഈ അമിത വേഗതയിലാണ് രാവിലെ ഈ തോട്ടം തൊഴിലാളികളുമായി ഇടുക്കിയിലേക്ക് തമിഴ്നാട്ടിൽ നിന്നുള്ള ജീപ്പുകൾ വരുന്നത്. അതിന്റെ ഭാഗമായിട്ട് ഈ ജീപ്പ് അമിത വേഗതയിലായിരുന്നു എന്നുള്ളതാണ് നാട്ടുകാർ പറയുകയും ചെയ്തിട്ടുള്ളത്. ബസ്സിനിട്ട് ഇടിക്കുകയായിരുന്നു. ഒരു വളവ് തിരിയുന്നതിനിടയിലാണ് ഈ ബസ്സിനിട്ട് ഈ ജീപ്പ് ഇടിച്ചത് എന്നുള്ളതാണ് മനസ്സിലാക്കാനും കഴിയുന്നത്. ഈ പരിക്കേറ്റ ആളുകളെ വണ്ടൻമേട്ടിലെ സ്വകാര്യ ആശുപത്രിയിൽ ആദ്യം പ്രവേശിപ്പിച്ചു. പരിക്ക് ഗുരുതരമായിട്ടുള്ള ആളുകളെ തമിഴ്നാട് തേനി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുന്നു എന്നുള്ളതാണ് ഈ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അമിത വേഗതയാണ് ഈ അപകടത്തിന് കാരണം എന്നുള്ളതാണ് പ്രാഥമികമായിട്ട് മനസ്സിലാക്കാനും കഴിയുന്നത്. 2 പേരുടെ നില ഗുരുതരമാണെന്നുള്ള കാര്യം കൂടി ഈ ഘട്ടത്തിൽ മനസ്സിലാകുന്നുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.